ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാണ്ടാസ് ഫെസ്റ്റിവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമുക്കിന്നൊരു പരിശുദ്ധമായിട്ടുള്ള നെയ്യ്, അതായത് 916 നെയ്യ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു നാടൻ പാൽ, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാലാണ് വേണ്ടത്. അപ്പോൾ അത് നല്ലോണം നമ്മൾ തിളപ്പിച്ചിട്ട് നമ്മൾ ചൂട് ആറാൻ വെച്ചിട്ട് അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ ഒരു ദിവസമെങ്കിലും വെക്കുക. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, അതിൻ്റെ അകത്ത് നെയ്യ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ പാട നല്ല കട്ടിക്ക് വരും. ഇപ്പോൾ ഞങ്ങൾ സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു പുതപ്പെടുത്ത് മാറ്റുന്ന ലാഘവത്തിൽ നമുക്ക് നല്ല കട്ടിയിൽ, നല്ല നാടൻ പാലായത് കൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും കട്ടിക്ക് കിട്ടുന്നത്. നല്ല കട്ടിയുള്ള പാലാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും. കണ്ടോ, ഏകദേശം ഒരു 1/2 ലിറ്റർ പാലിൽ നിന്നാണ് ഇത്രയും നമുക്ക് പാൽപ്പാട കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഇതണ്ട നല്ല കട്ടിയുള്ള പാൽപ്പാടയാണ്. നമ്മളിതൊരു ബൗളിലേക്ക് നമ്മളെടുത്ത് മാറ്റുവാണ്. ഇതുപോലെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന നമ്മൾ ബൗളിലെടുത്ത് വെച്ച പാൽപ്പാടയാണ് ഈ കാണുന്നത്. കണ്ടോ, നല്ല കൊഴുപ്പുള്ള പാൽപ്പാടയാണ്. അതുപോലെ ഇതിപ്പോൾ നമ്മൾ പല ദിവസങ്ങളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പാടയാണ്. ഇതുണ്ട്, ഞങ്ങളൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമുക്കത് ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഇൻഡാലിയത്തിൻ്റെ വെച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാൽപ്പാട്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പാടകൾ മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ പാൽപ്പാട ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രഷ് ക്രീമായിട്ട് കറികളിൽ ഉപയോഗിക്കാനും പറ്റും. പിന്നെ ചില ആൾക്കാർ ഇതിനെ ബട്ടറൊക്കെ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നെയ്യൊക്കെ ആക്കുന്നത്. പക്ഷെ നമുക്കതൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മളെപ്പോലുള്ള മടിയന്മാർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ പാട മൊത്തം നമ്മൾ ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ നമ്മൾ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. നമ്മൾ പതുക്കെ ഇങ്ങനെ തിളച്ച് വരും. നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി അതിനെ ചൂടാക്കി എടുക്കുക. അത്യാവശ്യം ഒന്ന് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. പിന്നെ ഇത് ആ സൈഡിൽ നിന്നൊക്കെ നമുക്കത് ഒന്നുകൂടെ വടിച്ചെന്നിട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്കത് കുറുകി വരും. ഇതുപോലെ വെള്ളമൊക്കെ വിട്ടിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ബ്രൗൺ കളറിലേക്ക് ഇത് മാറും. ഇതാണ് ഇതിൻ്റെ പാകം. അതുപോലെ തന്നെ ഇതുണ്ടാവും, കുറേ ക്രിസ്റ്റൽസ് പോലത്തെ സംഭവം നമുക്ക് അടിയിലായിട്ട് അടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും കുറച്ച് നേരം കൂടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് നേരം നമുക്ക് വെക്കണ്ട, കാരണം അത് പിന്നെ കരിഞ്ഞു പോകാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇളക്കി. ഇത് നല്ലോണം ക്രിസ്റ്റൽസൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട്. നല്ല തിക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമുക്കിത് ഓഫ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളിത് ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ അരിച്ച് നേരെ ഒരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മളിതെല്ലാം കോരിയെടുത്ത് നമ്മളിങ്ങനെ മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പരിശുദ്ധമായ 916 നെയ്യ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്തോരം രൂപയ്ക്കാണ് നമ്മൾ മേടിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇതിപ്പോൾ നമുക്ക് ശുദ്ധമായ നാടൻ പശുവിൻ്റെ പാലിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.